എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ബിൽഡിംഗ് ടാക്സ്, വീട്ടുകരം എന്നൊക്കെ അറിയപ്പെടുന്ന പ്രോപ്പർട്ടി ടാക്സ് എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് അടയ്ക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഒരുമിച്ച് തുക അടയ്ക്കേണ്ടുന്നവർക്ക് അങ്ങനെ അടയ്ക്കാം. അങ്ങനെ അടയ്ക്കാൻ സാധിക്കാത്തവർക്ക് ഇൻസ്റ്റാൾമെൻ്റായിട്ട് തവണകളായിട്ട് അടയ്ക്കാനുള്ള സംവിധാനവുമുണ്ട്. അതൊക്കെ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. കെ-സ്മാർട്ടുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഒട്ടുമിക്ക വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ കെ-സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ അടയ്ക്കാമെന്നാണ് നോക്കുന്നത്. സിസ്റ്റം ഉപയോഗിച്ച് അടയ്ക്കുന്ന വീഡിയോകൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇതിനായിട്ട് മൊബൈലിൽ പ്ലേ സ്റ്റോർ എടുത്ത ശേഷം താഴെ കാണുന്ന സെർച്ച് ബാറിൽ പ്രസ് ചെയ്തതിന് ശേഷം കെ-സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്ക് കെ-സ്മാർട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. തുടർന്ന് നമുക്ക് ഇങ്ങനൊരു പേജ് ലഭിക്കുകയും ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ സൈറ്റിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് തന്നെ ഇവിടെ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. അതില്ലെങ്കിൽ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ടിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പപ്പ് വിൻഡോ വരികയും ഇവിടെ നമുക്ക് ഒന്നുകിൽ മലയാളം ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിച്ചതിന് ശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആധാറിലേക്ക് വരുന്ന OTP ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാം. ആധാറും മൊബൈലുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ ട്രൈ അനദർ വേ എന്ന് പറഞ്ഞൊരു ലിങ്കുണ്ട്. അവിടെ പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടർ ID തുടങ്ങിയവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ആധാറാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഗെറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മൊബൈലിലേക്ക് OTP വരുന്നതും ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈഡ് ആകുന്നതും, തുടർന്ന് നമുക്ക് ഒരു മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതുകൊണ്ട് നേരത്തെ കൊടുത്തു വന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാം. അതിനോടൊപ്പം ഇമെയിൽ ID കമ്പൽസറി ആണ്. ഇമെയിൽ ID കൊടുക്കണം. മറ്റൊരു വാട്സപ്പ് നമ്പർ കൂടെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. വാട്സപ്പ് നമ്പർ നിർബന്ധമല്ല, പക്ഷേ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. മെസ്സേജുകളൊക്കെ അതിലേക്ക് വരും. ഇവിടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പേര് ഓട്ടോമാറ്റിക് ഇവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം താഴെ വന്ന് രജിസ്റ്റർ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. തുടർന്ന് വരുന്ന പേജിൽ നമുക്കിവിടെ പേ ടാക്സ് എന്നുള്ളൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ വീണ്ടും നമുക്ക് പേ ടാക്സ് എന്നും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നും രണ്ട് ലിങ്കുകൾ കാണാം. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കി വീണ്ടും പ്രിൻ്റ് എടുക്കാനൊക്കെ സാധിക്കും. അത് പിന്നീട് നമുക്ക് നോക്കാം. നമ്മളിവിടെ വീണ്ടും പേ ടാക്സിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് സ്മാർട്ട് സെർച്ച് എന്നും അഡ്വാൻസ്ഡ് സെർച്ച് എന്നും രണ്ട് ലിങ്കുകൾ കാണാം. സ്മാർട്ട് സെർച്ച് ബിൽഡിംഗ് ലിങ്ക് ചെയ്തവർക്കാണ് ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളിവിടെ അഡ്വാൻസ്ഡ് സെർച്ച് എടുത്തതിന് ശേഷം ജില്ല ആദ്യം തിരഞ്ഞെടുക്കണം. അതിനുശേഷം ലോക്കൽ ബോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. ഇവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ തന്നെയാണ്. മൂന്നാമത് ഗ്രാമപഞ്ചായത്ത്. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. ഏത് തിരഞ്ഞെടുത്താലും ഒരേ പ്രോസസ്സ് തന്നെയാണ്. ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കണം. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തും നമുക്ക് സെലക്ട് ചെയ്യുവാൻ സാധിക്കും. അതിനുശേഷം വാർഡ് ഇയർ എന്നുള്ളിടത്ത് അവിടെ 2 ഇയറുകൾ സ്വാഭാവികമായിട്ടും കാണും. ഇവിടെ 2013 1993 ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. 2013 ഞാനിവിടെ തിരഞ്ഞെടുക്കുന്നതിന്. ഡീഫോൾട്ടായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും വന്നിട്ടും ഉണ്ടാവുക. അതിനുശേഷം സോണൽ ഓഫീസ് എന്നുള്ളിടത്ത് മെയിൻ ഓഫീസ് തിരഞ്ഞെടുത്ത് കൊടുക്കണം. പിന്നീട് വാർഡ് ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് നിങ്ങളുടെ വാർഡ് ഏതാണെന്ന് വെച്ചാൽ, അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനൊക്കെ നമ്മൾ വോട്ട് ചെയ്യുന്ന വാർഡ് തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം ഡോർ നമ്പറാണ്. ഡോർ നമ്പർ എന്ന് പറഞ്ഞാൽ വീട്ടു നമ്പർ തന്നെയാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ മെറ്റൽ ഷീറ്റ് പതിച്ചിട്ടുണ്ടാകും. ഇതിലുണ്ടാകും കെട്ടിട നമ്പർ എന്നുള്ളിടത്ത് കൊടുത്തിരിക്കും. അതല്ലെങ്കിൽ വന്ന നോട്ടീസിലോ നേരത്തെ അടച്ച റെസിപ്റ്റിലോ ഒക്കെ ഉണ്ടാകും. ആ ഡോർ നമ്പർ അവിടെ കൊടുക്കുക. സബ് നമ്പർ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. 1 A എന്നോ മറ്റോ ഒക്കെ ആയിരിക്കും. അതിനുശേഷം നമ്മളിവിടെ കാണുന്ന സെർച്ചിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരികയും ഇവിടെ നമുക്ക് ബിൽഡിംഗ് ഐഡിയും അടയ്ക്കേണ്ട തുകയും ആളിൻ്റെ പേരും ഒക്കെ കാണിക്കുന്നതാണ്, ഉടമയുടെ പേരും ഒക്കെ. ഇവിടെ തുക 625 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ചെറിയൊരു തുകയാണ് അടയ്ക്കുന്നത്. പക്ഷേ ഇത് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് എങ്ങനെ അടയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം അവിടെ സെലക്റ്റിൽ പ്രസ് ചെയ്താൽ ഇങ്ങനൊരു പേജ് വരും. ഇവിടെ കാണുന്ന ആ ടിക്ക് മാർക്കിൽ ഒരെണ്ണത്തിൽ പ്രസ് ചെയ്താൽ രണ്ടും ഓട്ടോമാറ്റിക് ഡിസേബിൾ ആകും. അതിനുശേഷം ഫസ്റ്റ് ഹാഫ് എന്ന് കൊടുത്തിരിക്കുന്നതാണ് 2025-26. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കതിൻ്റെ പകുതി എമൗണ്ട് താഴെ കാണുവാൻ സാധിക്കും. ഓരോ സാമ്പത്തിക വർഷവും ഏപ്രിലിന് ശേഷം ഒക്ടോബർ, നവംബർ വരെയുള്ളതാണ് ഫസ്റ്റ് ഹാഫ്.
അതിനുശേഷമുള്ളതാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. ഇവിടെ നമുക്ക് ഓരോ സാമ്പത്തിക വർഷവും മാർച്ച് 31-നകം അടച്ചാൽ മതിയെങ്കിലും വലിയ എമൗണ്ട് വരുന്നവർക്ക് ഈ ഫസ്റ്റ് ഹാഫ് ആദ്യ തവണയായിട്ട് അടയ്ക്കാൻ സാധിക്കും. പിന്നീട് അതിൻ്റെ പകുതി അടച്ചാൽ മതിയാകും. അങ്ങനെ ഡിസംബർ കഴിഞ്ഞ് മാർച്ച് 30-നകം സെക്കൻഡ് ഹാഫ് കൂടെ അടച്ച് നമുക്ക് മുഴുവൻ തുകയും കംപ്ലീറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. വലിയ തുകയൊക്കെ ഉള്ളവർക്കാണ് ഇതൊരു ആശ്വാസമായിട്ട് വരുന്നത്. ഒരുമിച്ച് മാർച്ചിൽ അടച്ചാലും മതിയാവുന്നതാണ്. അതിനുശേഷം താഴോട്ട് വന്ന് സൗകര്യപ്രദമായ ഒരു മൊബൈൽ നമ്പർ നൽകി പേ നൗ കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് മിനിമം 400 രൂപയെങ്കിലും ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇങ്ങനെ അടയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് 800 അതിൽ മുകളിലോ വരുന്ന തുകകൾക്ക് മാത്രമേ പകുതി വെച്ച് 400 അതിന് മുകളിലുള്ള എമൗണ്ട് വെച്ച് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാനത് ഒന്നുകൂടെ വിശദമാക്കി തരാം. ഇവിടെ നമുക്കിപ്പോൾ എമൗണ്ട് വന്നിരിക്കുന്നത് 2304 ഇവിടെ ഫസ്റ്റ് ഹാഫ് മാത്രം കൊടുത്തപ്പോൾ നമുക്കതിൻ്റെ പകുതി എമൗണ്ടായ 1153 കാണുവാൻ സാധിച്ചു. പിന്നീട് നമുക്കൊരു മൊബൈൽ നമ്പറും കൊടുത്ത് ഈ ഒരു എമൗണ്ട് നമുക്ക് പേ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ചെറിയൊരു എമൗണ്ട് അടയ്ക്കുകയാണ്. 68 രൂപയാണ്. ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അതുകൊണ്ട് അടയ്ക്കാൻ സാധിക്കത്തില്ല. പേ നൗ കൊടുത്ത് മൊബൈൽ നമ്പരും ഒക്കെ കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നതാണ്. ഇവിടെ നെറ്റ് ബാങ്കിങ്, കാർഡ് പേയ്മെൻറ്റ്, UPI പേയ്മെൻറ്റ് തുടങ്ങിയ ഓപ്ഷൻസൊക്കെ ഉണ്ട്. UPIയിലെല്ലാം വർക്ക് ചെയ്യുന്നില്ല. QR കോഡും ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ആപ്പിൽ നേരിട്ട് കയറി UPI ആപ്പിൽ കയറി പേയ്മെൻറ്റ് നടത്താനും സാധിക്കുന്നില്ല. അധികം വൈകാതെ അത് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ ഇവിടെ UPI ID ടൈപ്പ് ചെയ്ത് കൊടുത്ത് പേയ്മെൻറ്റ് നടത്തുകയാണ്. SBI ഇ-പേയിലാണ് UPI ID വർക്കാവുന്നത്. ഇവിടെ ആവശ്യമുള്ളതിന് നേർക്ക് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്ത് വരും. അതിനുശേഷം നമുക്ക് താഴെ പേ നൗ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വരാവുന്നതാണ്. വർക്കായില്ലെങ്കിൽ മുകളിൽ കാണുന്ന ആരോയിൽ പ്രസ് ചെയ്ത് ബാക്ക് പോയി മറ്റൊന്ന് സെലക്ട് ചെയ്ത് വരികയും ചെയ്യാം. ഏപ്രിൽ 30 വരെ ഒരുമിച്ചടയ്ക്കുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് 66 രൂപയായിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുന്നവർക്ക് ഈ ഒരു ഡിസ്കൗണ്ട് ഇല്ല. ഞാനിവിടെ UPI ID കൊടുത്ത് പേ നൗ കൊടുത്ത് ആപ്പ് ചൂസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് മൈ ഫയൽസ് എടുത്ത് ഡൗൺലോഡ്സിൽ നിന്നും റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ പേ ടാക്സ് എടുത്തതിന് ശേഷം ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തും നമുക്ക് ഈ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുവാനും ഷെയർ ചെയ്യുവാനും പ്രിൻ്റ് എടുക്കുവാനും ഒക്കെ സാധിക്കുന്നതുമാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.